ഇന്നലെ നമ്മൾ പറഞ്ഞു കൃഷ്ണനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനോ പാടാനോ ഒക്കെ ഒരു 3 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തന്നെ മനസ്സിൽ തോന്നിച്ചതാണ്, എന്നാൽ പിന്നെ ആദ്യം നമുക്ക് കൃഷ്ണൻ എന്നുള്ള പേര് തൊട്ടന്നെ തുടങ്ങിയാലോ. നമുക്കറിയാം ഭാഗവതത്തിലെ ഗർഗമഹാമുനി ആണ് ഭഗവാനെ ആദ്യമായിട്ട് കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ എത്രയോ ദിവസം മാത്രം പ്രായമായിരിക്കുന്ന സമയത്ത് നന്ദഗോകുലത്തിൽ വന്നിട്ട് ഒരു തൊഴുത്തിലിരുന്നിട്ടാണ് കേട്ടോ ഭഗവാന് പേരിടുന്നത്. കാരണം ആ സമയത്ത് കംസമഹാരാജാവ് തൻ്റെ അന്തകനാണോ എന്ന് പേടിച്ചിട്ട് അവിടെ അടുത്ത് ജനിച്ചിട്ടുള്ള കുട്ടികളെയൊക്കെ വധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഉണ്ണികൾക്ക് ആപത്തൊന്നും വരരുതെന്ന് വിചാരിച്ചിട്ട് ഒരു തൊഴുത്തിലിരുന്നിട്ട് രഹസ്യമായിട്ടാണ് ഭഗവാനും ബലഭദ്രസ്വാമിക്കും പേരിടുന്നത്. അപ്പം അങ്ങനെ മഹർഷി വന്ന സമയത്ത് ആദ്യം ജ്യേഷ്ഠനായിട്ടുള്ള ആ വെളുത്ത ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചു എന്ന്. അങ്ങനെ വെച്ചു. ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു ആനന്ദം തോന്നിയെന്നാണ് അദ്ദേഹത്തിന്. അപ്പോൾ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നവൻ, രമിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ആ വെളുത്ത ഉണ്ണിക്ക് രാമൻ എന്ന് പേരിട്ടു. എന്നിട്ട് ആ കറുത്ത ഉണ്ണിയെ പിന്നെ എടുത്ത് മടിയിൽ വെച്ചു. ആദ്യത്തെ ഉണ്ണിയെ വെച്ചപ്പോൾ ആനന്ദം ഉണ്ടായച്ചാൽ ഈ ഉണ്ണിയെ വെച്ചപ്പോഴേക്കും പരമാനന്ദം അല്ലേ. ഈ ലോകത്തൊന്നും അല്ല പിന്നെ മഹർഷി, ഒരു സമാധി എന്നുള്ള തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു പോയി എന്നാണ്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എന്നാണ്, ഇങ്ങനെ ഇപ്പോൾ മഹർഷി കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ, അച്ഛനും മറ്റുള്ളവർക്കൊക്കെ പേടിയാവില്ലേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, മടിയിലിരുന്നിട്ട് ഒന്നങ്ങോട്ട് കുടഞ്ഞു എന്നാണ്. അങ്ങനെ കുടഞ്ഞ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം അങ്ങോട്ട് അനങ്ങിയപ്പോൾ അദ്ദേഹം ഉണർന്നു മഹർഷി. എന്നിട്ട് നോക്കി, ഭഗവാന് പേരിടാനാണല്ലോ വന്നത്, എന്താ പേരിടേണ്ടത് മനസ്സിലാവണില്ല എന്നാ. എത്രയധികം നാമങ്ങളാ ഭഗവാന്. അപ്പോൾ ഭഗവാന്റെ നേർക്കന്നെ ഒന്നങ്ങോട്ട് തിരിഞ്ഞു എന്നാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ ഞാൻ നിനക്ക് പേരിടുക. നമ്മളായാലും ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ വരും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്ത അവസ്ഥ, ധർമ്മം എന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥ. ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ നേർക്ക് മുഖം തിരിക്കുക, ചോദിക്കുക, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് കൃഷ്ണ, എനിക്ക് മാർഗദർശനം കാണിച്ചു തരൂ. അർജുനന് സാരഥിയായതുപോലെ ഗുരുനാഥനായതുപോലെ എനിക്കും നീ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ മതി, ഭഗവാൻ കാണിച്ചു തരും. ഇവിടെ ഗർഗമഹർഷിക്ക് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? ഭഗവാൻ ആ ഗർഗമഹർഷിയുടെ നീണ്ട താടിയുണ്ട് എന്നാ, ആ താടി ഒന്ന് പിടിച്ച് വലിച്ചു എന്നാണ്. കണ്ട ആൾക്കാർക്കൊക്കെ ഒരു കൗതുകം തോന്നിയില്ലേ, ചെറിയ കുട്ടി വിരലിൻ്റെ ഇടയിൽ താടി വന്നപ്പോൾ പിടിച്ചൊന്ന് വലിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ മഹർഷിക്ക് സൂചന കിട്ടിയെന്നാ. അത് ശരി, അതാണല്ലേ പറഞ്ഞിട്ട് ആ മഹർഷി എന്താ പറഞ്ഞത്, ആയിക്കോട്ടെ, തന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവൻ, തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കർഷയതി ഇതി കൃഷ്ണ എന്നാണ് ഭഗവാന് പേരിട്ടത്. അങ്ങനെയാണ് കൃഷ്ണൻ എന്നുള്ള പേര് വന്നത് എന്നാണ് പറയുക. അന്ന് ആ തൊഴുത്തിൽ വെച്ചിട്ട് ഗർഗമഹർഷി വിളിച്ചു തുടങ്ങിയതാണ് കൃഷ്ണ എന്ന് അല്ലേ. ഇന്ന് ഇത്രയും സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും ആ പേരിനോ ആ നാമത്തിനോ യാതൊരു മംഗലും വന്നിട്ടില്ല. ആ നാമം ജപിക്കണ ആൾക്കാർക്കായാലും ശരി ഒരു മംഗലും വന്നിട്ടില്ല. അപ്പോൾ ഈ കൃഷ്ണനാമസ്മരണയുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ.